അരിയുണ്ടല്ലോ മറ്റേ റൈസ് ഏതരിയാണെന്ന് ചോദിക്കലും അരിയിലുണ്ടാക്കിയ സ്ട്രോയാണ് താ നിങ്ങളീ കണ്ടത്. ജ്യൂസ് കുടിച്ചതിന് ശേഷം ഈ സ്ട്രോ കടിച്ചു തിന്നാം. ഹലോ ഗൈസ്, കാർത്തിക്കാണ്. ഹോട്ടൽസ് ഒരുപാട് വ്ളോഗ് ചെയ്തിട്ടുണ്ടെങ്കിലും പാരഗൺ ഇത് ആദ്യമായിട്ടാണ് വ്ളോഗ് ചെയ്യുന്നത് കേട്ടോ. വൈകുന്നേരം 6 മണിയായപ്പോഴത്തേക്കും ഇവിടുത്തെ തിരക്കൊക്കെ അത്യാവശ്യം ഒഴിഞ്ഞ സമയമാണ്. ലോകത്തിൽ തന്നെ ഐക്കോണിക് റെസ്റ്റോറൻറ്റുകളിൽ 5ാമത് നിൽക്കുന്നത് പാരഗൺ എന്നാണ് പറയുന്നത് കേട്ടോ. എന്തിനാണെന്നുണ്ടെങ്കിലും ഇവിടെ വന്നപ്പം എൻ്റെ 7 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലെ ഒരാളെ ഇവിടെ വെച്ച് പരിചയപ്പെടാൻ കഴിഞ്ഞു. തേങ്ങ ചേർത്ത് തയ്യാറാക്കിയിട്ടുള്ള പ്രോൺസിൻ്റെ ഒരു സ്റ്റാർട്ടർ ഡിഷാണ് കേട്ടോ ഇത്. ഞാനിവിടെ വെച്ച് കഴിച്ചിട്ട് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടൊരു ഡിഷും ഇത് തന്നെയാണ്. ചൂടോടുകൂടി ഫുഡ് വിളമ്പുന്ന ഒരു വലിയ മര്യാദ ഇവർ കീപ്പ് ചെയ്യുന്നുണ്ട്. കേശവദാസപുരം ഉള്ളൂർ റോഡിൽ ഉച്ചനേരത്തെ വലിയ തിരക്കിൻ്റെ റീസൺ ഈ ഒരു ബ്രാൻഡാണ്. അതിൻ്റെ പേരിൽ ഈ ബ്രാൻഡിനെ ഒരുപാട് മനസ്സുകൊണ്ട് പ്രാപിയ ആളാണ് ഞാൻ. എന്നിരുന്നാലും ഇവരുടെ ഫിഷ് മാംഗോ കറി പൊറോട്ടയും എൻ്റെ പൊന്നുമക്കളെ ഇത് കഴിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ആ തിരക്കിൽ ഒരു വലിയ കാര്യമുണ്ടെന്നുള്ളത്. പൊറോട്ട ഉണ്ടാ മീനൊന്ന് പൊതിഞ്ഞ് പിടിച്ച് കഴിക്കണം. വേറെ ലെവല. അവസാനം ഒരു ചോക്കോ ലാവ കേക്കും. എല്ലാം കൊണ്ടും ഹാപ്പിയാണ്. നിങ്ങൾക്ക് പാരഗൺ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്.